താരോടെ ജീവിതം മാറിത്തുടങ്ങി. അവനിനി പഴയ ഭീരു റാബിറ്റല്ല, പക്ഷേ പൂർണ്ണ ധൈര്യവാനുമല്ല. മാറ്റത്തിന്റെ നടുവിലുള്ള ഒരു യാത്രക്കാരൻ. അവന്റെ ധൈര്യത്തിന്റെ മൂള ഇപ്പോൾ ഒരു ചെറിയ ചെടിയായി വളർന്നു. പക്ഷെ ഗ്രാമത്തിലെ ബോധിവൃക്ഷം വിളിച്ചു, താരോ, ഇനി സമയം വന്നു. നിന്റെ ധൈര്യം മതി, അതിനെ പരീക്ഷിക്കണം. താരോ ചോദിച്ചു, എങ്ങനെ? വൃക്ഷം പറഞ്ഞു, മറഞ്ഞിരിക്കുന്ന വനത്തിലേക്ക് പോവൂ. അവിടെ ധൈര്യത്തിന്റെ ശിലയുണ്ട്. അത് സ്പർശിക്കാൻ കഴിയുന്നവനാണ് മനസ്സിനെ പൂർണ്ണമായി ജയിക്കുന്നത്. മറഞ്ഞിരിക്കുന്ന വനത്തിലേക്ക് യാത്ര. താരോ തന്റെ കൂട്ടുകാരെ കൂട്ടി. ലിലു കിഴി വഴികാട്ടി, ബൂട്ടു കരടി താരോയെ സംരക്ഷിക്കാൻ ഇഷ്ടമുള്ള സോഫ്റ്റ് കരടി, മിക്കി മൂങ്ങ തലച്ചോറിന്റെ ജ്ഞാനം. അവരൊക്കെ വനത്തിലേക്ക് നടന്നു. വനം സാധാരണ വനമല്ല. ചുറ്റും പച്ചമഞ്ഞു മൂടി. മരങ്ങൾ പൂവുകൾ പാടി, നിഴലുകൾ കളിച്ചു, ചെറിയ വെളിച്ചക്കളികൾ നൃത്തം ചെയ്തു. ലിലു പറഞ്ഞു, ഈ വനം ഭയങ്ങളെ കാണിക്കും, പക്ഷെ ഭയങ്ങളെ തോൽപ്പിക്കുന്ന വഴി നിനക്കുള്ളിൽ തന്നെയാണ്. താരോ ചിരിച്ചു, എനിക്ക് കഴിയുമോ? ബൂട്ടുകരടി തലോടി, കഴിയ 2 ദിവസങ്ങളിൽ നീ വലിയ മുയലായി. വനത്തിന്റെ പരീക്ഷണം. മുഖങ്ങൾ. വനത്തിന്റെ നടുവിലൂടെ പോകുമ്പോൾ അവരൊരു വലിയ ശില കണ്ടു. അത് സാധാരണ കല്ലല്ല, മുഖങ്ങളുള്ള കല്ല്. ഓരോ മുഖവും ഒരു ഭയത്തെ പ്രതിനിധീകരിക്കുന്നു. പരാജയഭീതി, ഒറ്റപ്പെടൽ, വളരാൻ ഭയം, നിഷേധിക്കപ്പെടൽ. ശിലയിൽ നിന്ന് ശബ്ദം, നിനക്കൊരുവൻ മാത്രമാണ് ധൈര്യത്തിന്റെ ശില സ്പർശിക്കേണ്ടത്. താരോ മുന്നോട്ടു പോകാൻ ശ്രമിച്ചു. പക്ഷേ ശിലയിലെ മുഖങ്ങൾ സംസാരിച്ചു, നിന്നിൽ ഭയമുണ്ടേ? നിനക്ക് സാധിക്കില്ല. നീ ചെറുതാണ്. മറ്റുള്ളവരെന്തു പറയും? താരോടെ ഹൃദയം വിറച്ചു. അവന്റെ കാൽനട മന്ദമായി. മിക്കി മൂങ്ങ പറഞ്ഞു, ശ്രദ്ധിക്കൂ താരോ, അവർ സത്യം പറഞ്ഞിട്ടില്ല. അവർ നിന്റെ മുമ്പത്തെ ഭയങ്ങൾ മാത്രം. താരോ, ഞാൻ അവരോടെങ്ങനെ ജയിച്ചെടുക്കും? മിക്കി, അവരെ ഒഴിവാക്കുകയല്ല, അവരെ സ്വീകരിക്കുക. താരോടെ തിരിച്ചറിവ്. താരു ശിലയുടെ മുന്നിൽ കണ്ണടച്ചു. അവൻ പറഞ്ഞു, അതെ, എനിക്കിപ്പോഴും ഭയമുണ്ട്. പക്ഷെ അതിനൊപ്പം ഞാൻ മുന്നോട്ടു പോകും. ഭയം എന്നെ തടയുന്നില്ല. ഞാൻ തന്നെയാണ് വഴിയെ തുറക്കുന്നത്. ശില മിന്നിത്തുടങ്ങി. മുഖങ്ങൾ 1-2 അപ്രത്യക്ഷമായി. ശിലയിൽ ഒരേ ഒരു പ്രകാശമുള്ള പാത തെളിഞ്ഞു. ബൂട്ടു ചിരിട്ടു പറഞ്ഞു, ഓടോ, നീ വിജയിച്ചു. ധൈര്യത്തിന്റെ ശില. താരോ രുകുനീട്ടി ശില സ്പർശിച്ച നിമിഷം ശിലയിൽ നിന്ന് ഒരു വലിയ പ്രകാശം താരോയിലൂടെ ഒഴുകി. അവന്റെ മധ്യത്തിൽ ഒരു തിളങ്ങുന്ന നക്ഷത്രത്തിന്റെ രൂപം. ലിലു പറഞ്ഞു, നീ ഇപ്പോൾ അന്തരധൈര്യം നേടിയിരിക്കുന്നു. ഇതാണ് നിന്റെ യഥാർത്ഥ ശക്തി. താരോ അത്ഭുതത്തോടെ ചോദിച്ചു, ഇതിലൂടെ ഞാൻ എന്തു ചെയ്യാം? മിക്കി മൂങ്ങ ചിരിച്ചു, നിന്റെ ഭയം വന്നാൽ ഇത് വെളിച്ചം കൊളുത്തും. താരോ, അപ്പോൾ എനിക്കിനി ഭയം വരില്ലേ? മിക്കി, ഭയം വരും, പക്ഷെ നീ അതിനെ ജയിക്കും. കാരണം നീ ഇപ്പോൾ സ്വയം വിശ്വസിക്കാൻ പഠിച്ചു. പാർട്ട് 3. പ്രചോദന സന്ദേശം. ഭയം തോൽപ്പിക്കേണ്ട ശത്രുവല്ല, മനസ്സിലാക്കേണ്ട കൂട്ടുകാരൻ. അന്തരധൈര്യം നമ്മെ ഒറ്റയ്ക്കും നിർത്തും, പക്ഷെ ശക്തിയായി. സ്വയം വിശ്വാസം കിട്ടുമ്പോൾ ലോകത്തിന്റെ ഭയങ്ങൾ ചെറുതാകും. പരാജയം നമ്മെ തടയുന്നതല്ല, നാം തന്നെ തടയുകയാണ്.